സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനം പുറത്തറിയുന്നത് നാണക്കേട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആരാ പറഞ്ഞെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. സോ പുള്ളിക്കാരി പിന്നെ അതിനുശേഷം അത് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർത്ഥത്തിൽ നാണിക്കാൻ എന്തിരിക്കുന്നു, ആ സർക്കാരിന്റെ നയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്തോ ആയിക്കോട്ടെ. സോ അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു മെൻസ്ട്രൽ ലീവ് നല്ല പരിപാടിയാണല്ലേ. ഇതിന് യോജിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓഫ് കോഴ്സ് നമുക്കറിയാം 90% മുകളിലുള്ള ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള 10% മേ ബി ഇതിനെ പല റീസൺ കൊണ്ട് ഇതിനെ അഗെയിൻസ്റ്റ് പറയുന്നുണ്ടായിരിക്കും. അത് ഞാൻ ഇതുവരെ ആരും കണ്ടില്ല അതിനെപ്പറ്റി അഗെയിൻസ്റ്റ് സംസാരിക്കുന്നവരെ. സോ ഞാൻ ആസ് എ വുമൺ എന്നുള്ള രീതിക്ക് ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് ആണ് സംസാരിക്കുന്നെങ്കിൽ എന്ത് തോന്നുന്നു? അങ്ങനെ സംസാരിച്ചാൽ കൊള്ളാൻ തോന്നി, അതുകൊണ്ടാണ് സംസാരിക്കാന്ന് വിചാരിച്ചത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മെൻസ്ട്രൽ ഹെൽത്തിനും മെൻസ്ട്രൽ ലീവിനും ഇത്രയധികം ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതിനെ പറ്റി പറയാം. ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പും ഈ പറയുന്ന റൈറ്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇലാബറേറ്റഡ് വേർഷൻ അതായത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെഗുലേഷൻസ് മുന്നോട്ട് വന്നിട്ടുള്ളതും ഈ ഒരു കേസിലോട് കൂടിയിട്ടാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ 21 ആണെങ്കിലും 21A, ആർട്ടിക്കിൾ 14, 15 ഇങ്ങനെ കുറെ ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആർട്ടിക്കിൾ ഈ പറയുന്ന മെൻസ്ട്രൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ട്ലി ആസ് വെൽ ആസ് ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാടുണ്ട്. സോ അതിനെ പറ്റിയിട്ടെല്ലാം ഇഫ് യു വാണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ വലിയൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മളെന്തായാലും ഇതിനെപ്പറ്റി കുറെ പേര് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒരുപാട് പറയാതെ ഈ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മളെന്തായാലും ടോപ്പിക്കിലോട്ട് കിടക്കണം. അതായത് എന്തുകൊണ്ടാണ് ഇതിന് എഗെയിൻസ്റ്റ് പറയുന്നത്, ഞാൻ എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് സൈഡിനെ ഇത്രമാത്രം ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്. ഈ പറയുന്ന മെൻസ്ട്രൽ ലീവ് എന്ന് പറഞ്ഞാൽ തികച്ചും മാനുഷികപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലേഡീസിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതെല്ലാം ഓക്കെയാണ്. പക്ഷേ കോർപ്പറേറ്റ് വേൾഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറേയൊക്കെ ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അവിടെ എന്തായാലും ജെൻഡർ ബയാസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ എത്രമാത്രം ഇല്ല മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ദുബായിൽ ഉള്ളൊരു കമ്പനി, ഞാൻ കമ്പനീൻ്റെ പേരോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എനിക്ക് പരിചയമുള്ള കുറച്ച് പേര് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള 1-2 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. സോ ആ ഒരു കമ്പനിയിലാണെങ്കിലും അവിടെ ആകെ കൂടെ ഒരേ ഒരു ലേഡി സ്റ്റാഫേ ഉള്ളൂ. ലേഡി സ്റ്റാഫിന് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടല്ല, ലേഡി സ്റ്റാഫിന് പറ്റിയ വർക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവര് ഈവൻ റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് വരെ അവരെ കൺസിഡർ ചെയ്യുന്നില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നവര് പറഞ്ഞിട്ടുള്ളതാണ്. സോ അത്യാവശ്യം 10-20 സ്റ്റാഫിന് മുകളിലുള്ള കമ്പനിയിൽ ആകെ ഒരേ ഒരു ലേഡി സ്റ്റാഫേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയ സ്ഥലങ്ങളിലാണെങ്കിലും ബേസിക്കലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, എപ്പോ കല്യാണം കഴിച്ച കുട്ടികളായില്ലേ? യെസ്, അജു പറഞ്ഞ പോലെ കല്യാണം ആയില്ലേ, അല്ലെങ്കിൽ കല്യാണം ആയതാണെങ്കിൽ കുട്ടികളായില്ലേ, അല്ലെങ്കിൽ കുട്ടികളായിട്ടില്ലെങ്കിൽ എന്നാ കുട്ടികളെ പ്ലാൻ ചെയ്യുന്നത്? സോ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അതായത് അവരതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ജെൻഡർ ബയാസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മളിപ്പോൾ ഇക്വാലിറ്റി ഉണ്ട്, നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇത്തരത്തിലൊരു മാൻഡേറ്ററി മെൻസ്ട്രൽ ലീവ് നൽകാന്ന് വിചാരിക്കാം. അത് മാൻഡേറ്ററി ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നതിലൂടെ വാട്ട് വിൽ ഹാപ്പൻ? നമുക്കറിയാം നമ്മളെ എടുക്കാനുള്ള ചാൻസസ്, അതായത് അവർക്ക് ഈ പറഞ്ഞ ലോങ് ടേമിലോട്ട് നോക്കി റിക്രൂട്ട് ചെയ്യുന്നവരായിരിക്കും ഒട്ടുമിക്ക എംപ്ലോയേഴ്സും. നമ്മൾ ഒരു ആസ് എ എംപ്ലോയർ ആവുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ എംപ്ലോയീസ് ആകുമ്പോൾ എപ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കും, നമ്മൾ ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണെങ്കിലും ആണ് അതിൻ്റെ ഒരു എത്രമാത്രമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എത്രമാത്രമാണ് അതിൻ്റെ പ്രോബ്ലംസ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഹയറിംഗ് ബയാസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു കമ്പനിയിൽ സെയിം പൊസിഷനിലോട്ട് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് CV റിസീവ് ആവാന്ന് വിചാരിക്കാം. ആസ് എൻ എംപ്ലോയർ എന്നുള്ള രീതിക്ക് ഞാൻ നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് CV. അതിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ലേഡി, അതായത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ എനിക്ക് 2 CV റിസീവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്തായിരിക്കും കൂടുതൽ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം?
ഒരു വർഷത്തിൽ 12 മുതൽ 24 ദിവസം വരെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ലീവ് അനുവദിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവരെ എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്തായിരിക്കും? നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം അതിലുണ്ടായിരിക്കണം. മാത്രമല്ല നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഈ പറയുന്ന രണ്ട് കാര്യം ചിലപ്പോൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിരിക്കും, മേ ബി അത് ഡിപ്പെൻസ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഇത്രയും ദിവസം, അതായത് 12 മുതൽ 24 ദിവസം വരെ പെയ്ഡ് ആയിട്ടുള്ള ലീവ് കമ്പൽസറി ആയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എടുക്കാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ എൻ്റെ മൈൻഡ്, നിങ്ങൾ ഓരോരുത്തരും എംപ്ലോയർ ആയിട്ട് നിന്ന് ആലോചിക്കുക, അവിടെ ചാൻസസ് വളരെ കുറവായിരിക്കണം. ഇതാണ് ഈ പറയുന്ന ഹയറിംഗ് ബയാസ് എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾ മാനസികമായി ബലഹീനരാണെന്നും അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഒരുപാട് മിത്ത് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയധികം വളർന്നു വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മെൻസ്ട്രൽ ലീവ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ വീണ്ടും ഉയർത്തിരിഞ്ഞു വരില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? ഒരുറപ്പും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ വന്നേക്കാം. എല്ലാ മാസവും 1-2 ദിവസം മാറി നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ നമുക്ക് വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ സാധിക്കും? ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമ്മുടെ HR ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഭാഗത്തു നിന്നോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും? ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബയോളജിക്കൽ ലേബലുകൾ നൽകി അവരെ മാറ്റി നിർത്തുന്നതല്ല, മറിച്ച് അവർക്ക് ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തായാലും ഇതിന് ഇത്ര മാത്രം എഗെയിൻസ്റ്റ് പറയാലോ, ഇപ്പൊ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്ന 2 സൊല്യൂഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാഷ്വൽ അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് എന്നുള്ള ഫെസിലിറ്റി ഏർപ്പാടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആരാണെങ്കിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, അവർക്ക് കാഷ്വൽ അല്ലെങ്കിൽ മെഡിക്കൽ ലീവ്, കാരണങ്ങൾ കാണിക്കാത്ത രീതിയിലുള്ള മെഡിക്കൽ ലീവ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ. മാത്രമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഇപ്പൊ അവർക്ക് വയ്യാത്ത ദിവസങ്ങളാണ്, മെൻസ്ട്രൽ ലീവ് അനുവദിക്കുന്നതിന് പകരം വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കാറ്റഗറി ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തനക്ഷമതയും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യാനും ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കും. മനസ്സിലായോ? ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. മെൻസ്ട്രൽ ലീവ് എന്ന് നമ്മൾ ജെനുവിൻലി പറയും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ ഡയറക്ട്ലി നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി നമ്മുടെ കരിയറിനെ ബാധിക്കുന്ന ഒന്നായി മാറരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെപ്പറ്റി ഇനിയും കുറച്ചുകൂടെ ആലോചിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഇനി വേണ്ടത്. ലോസ് നമുക്കിപ്പോൾ നിലവിലുണ്ട്, അതിനെ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും എല്ലാവർക്കും ഫേവർ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.